ടിക്കറ്റ് സ്കൂൾ വന്നിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് കളക്ട് ചെയ്യുക. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ 2 ബോൾ പോയിന്റ് പേരെ കൊണ്ടുപോകണം. കഴിഞ്ഞ 2ഉം ഒരേ മഷികളാണ് നല്ലത്. നീല മഷിയോ കറുപ്പ് മഷിയോ നിങ്ങൾക്ക് ഉപയോഗിച്ച് ബബിൾ ചെയ്യാം. OMR ഷീറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. കൃത്യമായ ആൻസർ എന്ന് തോന്നിയെങ്കിൽ മാത്രം OMR ഷീറ്റിലെ സീരിയൽ നമ്പർ തെറ്റാതെ അതിലേക്ക് നന്നായിട്ട് ബബിൾ ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. 1 മാർക്കിനും 2 മാർക്കിനൊക്കെയാണ് പലപ്പോഴും നമുക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഏതെങ്കിലും ടോപ്പിക് സാറ്റ് ആയാലും മാറ്റ് ആയാലും നിങ്ങൾക്ക് പ്രയാസമുള്ള ഏത് ടോപ്പിക് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് അയച്ചു തരാം. അതിലുള്ള ക്വസ്റ്റ്യൻസും അയച്ചു തരാം. അതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുട്ടികളിൽ നിന്ന് വന്ന ഭാഗങ്ങളിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമുക്കൊരു ചിത്രം വരയ്ക്കാം. എന്റെ വോയിസ് ക്ലിയർ അല്ലേ മുഹമ്മദ് റഷീദ്? ക്ലിയർ ആണ്. അപ്പൊ ആദ്യം നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. നിങ്ങളും എന്റെ കൂടെ തന്നെ വരച്ചോ. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഓക്കെ അല്ലേ മക്കളെ? ഞാനത് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ശരി. അപ്പൊ നിങ്ങള് വരച്ചിട്ടുണ്ടാവും, റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ടാവും. ആ റെക്ടാങ്കിളിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കാം. താഴത്തെ സെന്ററിലേക്കല്ല, കുറച്ച് വിട്ടിട്ടാണ്. ഈ ഒരു ലൈന് നമുക്ക് ഈ ഒരു ആംഗിൾ കോർണറിലേക്ക് കൊടുക്കാം. താഴത്തെ നേരെ സെന്ററിലല്ല വന്നിരിക്കുന്നത്. മുഹമ്മദ് റഷാദ് വരച്ചോ? ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾ ഇങ്ങനെയാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രിയാണ്. അത് ചിലപ്പോൾ പ്രത്യേകം എഴുതുന്നില്ല, പക്ഷെ അത് 90 ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു ലെങ്ത് 8 സെന്റിമീറ്റർ ആണെന്ന് എഴുതുന്നത്. ആ ഒരു ലെങ്ത് 8 സെന്റിമീറ്റർ ആണെന്ന് അവിടെ എഴുതുകയാണ്. 8 സെന്റിമീറ്റർ. ഈ ഒരു വര 6 സെന്റിമീറ്റർ ആണ് വരുന്നത്. 6 സെന്റിമീറ്റർ. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആംഗിളിൽ ഈ ഭാഗം ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെയും മാർക്ക് ചെയ്തു. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കോണുകൾ ഇവിടെ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഷെയ്ഡഡ് ആയ ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് പറയുന്നു. ഇതും തുല്യാണ്, ഇതും തുല്യാണ്. നിങ്ങളോട് ചോദ്യം ഇതാണ്: ഈ ഒരു റെക്ടാങ്കിളിന്റെ വീതി ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ചോദ്യം ഒന്ന് ആവർത്തിച്ചേ മുഹമ്മദ് റഷാദ്. ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിൽ ഫസ്റ്റിലത്തെ കോർണറിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് സെക്കൻഡ് കോർണറിലേക്ക്, മേലെയുള്ള സെക്കൻഡ് കോർണറിലേക്ക് വരയ്ക്കുക. ആ റെക്ടാങ്കിളിന്റെ ആദ്യത്തെ കോർണറും 3ാമത്തെ കോർണറും തുല്യമാണെന്ന് പറയുന്നു. ആദ്യത്തെ ട്രയാങ്കിളിന്റെ ആദ്യത്തെ വര 6 സെന്റിമീറ്ററും 2ാമത്തെ വര 8 സെന്റിമീറ്ററുമാണ്. അതിനിടയിൽ വരുന്ന കോണ് 90 ഡിഗ്രിയാണ്. ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്?
എത്രയാണ്? 6 സെന്റിമീറ്റർ. അതാരാ പറഞ്ഞത്? ചെയ്ത് നോക്കാതെ പറയാം. ചെയ്ത് നോക്കി ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിച്ചു പറയാം. അല്ലെ ടൈപ്പ് ചെയ്താറുണ്ട്. കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശരി, ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ? ശരിയായ ആൻസർ മുഹമ്മദ് റഷാൻ. 10 വന്നിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞാല് ഞാൻ നീളമല്ലല്ലോ ചോദിച്ചത്, ലെങ്ത് അല്ലല്ലോ ചോദിച്ചത്, ബ്രെഡ്ത്ത് അല്ലേ? സാറേ പിന്നെ 6 വന്നത്. ഞാന് ഈ വീതിയാണ് ചോദിച്ചിരിക്കുന്നത്. നീളം നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, ചോദിച്ചിട്ടില്ല. നീളം നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്, ചോദിച്ചിട്ടില്ല. ശരി, ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രയാങ്കിൾ അതെന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിനാണ് നമുക്കിവിടെ ഈ ഒരു ആംഗിൾ കൊടുത്തത്. അതുപോലെ 8ഉം 6ഉം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തെറ്റാണ്. ഞാൻ പറയട്ടെ. 8ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും കൂട്ടിയാൽ എത്രയാണ്? 8ന്റെ സ്ക്വയർ 8 × 64, 6ന്റെ സ്ക്വയർ 36, 64 36 കൂട്ടിയാൽ 100. ആ 100ന്റെ സ്ക്വയർ റൂട്ട് 10 അപ്പൊ ഇവര് പറഞ്ഞത് ശരിയാണ്. നീളം 10 ആണ്. നീളം 10 ആണെങ്കിൽ ഇതിന്റെ വീതി എത്രയായിരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മുഹമ്മദ് റഷാനെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഈ 8ഉം 6ഉം ഉൾപ്പെടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? 24. അതായത് ഹാഫ് BH. 6 × 8 വരും. 48ന്റെ പകുതിയായ 24 ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ. അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇത് 24 ആണെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഇതും ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു ട്രയാങ്കിളും കൂട്ടിയാലും 24 ആയിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഇവിടെ ഇത് പകുതി ഇവിടുന്ന് ആക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും തുല്യമാണ്. ഈ ഒരു ഭാഗവും ഈ ഒരു ട്രയാങ്കിളും തുല്യമാണ്, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും തുല്യമാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ആണ് 24 കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാലും 24 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഈ ടോട്ടൽ റെക്ടാങ്കിൾ 24 + 24 ആണെന്ന് വ്യക്തം. 24ഉം 24ഉം കൂടി കൂട്ടിയാൽ 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാങ്കിളിന്റെ ആകെയുള്ള ഏരിയ. അപ്പൊ 48 ഏരിയ തന്നിട്ട് നീളം 10ഉം തന്നു കഴിഞ്ഞാൽ ആ വീതി 4.8 ആയിരിക്കും. 4.8 സെന്റിമീറ്റർ ആയിരിക്കും. മുഹമ്മദ് റഷാൻ, ഈ പറഞ്ഞത് മനസ്സിലായോ? മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഒന്നുകൂടി പറയണം. ഒന്നുകൂടി പറഞ്ഞു തരുമോ? ശരി. വേറെ കുട്ടികൾ എന്ത് പറയും? ഒന്നുകൂടി പറയണം. ആവശ്യമില്ല സാർ. ശരി, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. പിന്നോട്ട് പോയിക്കോട്ടെ, പിന്നോട്ട് പോട്ടെ. അപ്പൊ എന്തൊക്കെയാണോ ഇപ്പൊ ചെയ്തത് എല്ലാം ഇപ്പൊ വായിക്കാൻ പോവുകയാണ്. അവസാനം നമുക്ക് ആ ചിത്രം മാത്രമാണ് ബാക്കി വെക്കാം. ശരി, ഇതാണ് ചിത്രം. ഈ ചിത്രത്തില്
ഈ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മക്കളെ 6, ഈ നീളം തന്നിട്ടുണ്ട് 8. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഈ ഒരു റെക്ടാങ്കിളിന്റെ വീതി എത്രയാണെന്നാണ്, ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് ചോദ്യം. ഇത് മട്ടത്രികോണമാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു വശം ഇതൊന്ന് ചരിച്ചു പിടിച്ചാൽ മതി. ഒരു വശം 8ഉം മറ്റേ വശം 6ഉമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 8ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും കൂടി കൂട്ടിയാൽ കിട്ടുന്ന 100ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കുമല്ലോ ഈ ഒരു വശം. ഇത് കർണമായിട്ട് എടുത്താൽ മതി, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് 10. കാരണം ഇത് ചരിച്ചു പിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പം ഇവിടെ ഈ നീളം 10ഉം വീതി നമുക്ക് തന്നിട്ടില്ല. പക്ഷെ വീതി നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ 4.8. അതെങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്റെ ചോദ്യം മുഹമ്മദ് റഷാൻ, ഈ 10നെ 4.8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 48. അപ്പൊ ഞാൻ ഇത് ഈ റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിന്റെ മൊത്തം നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു 48 എന്ന്. അതെങ്ങനെയാ 48 കിട്ടുന്നത് നോക്കും. കാരണം ഇവിടെ 4.8 നേരത്തെ നമ്മൾ വീതി കണ്ടുപിടിച്ചു, ആ വീതി നമ്മളോട് ചോദിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് 48 അത് തെളിയിക്കാൻ പോവുകയാണ്. അത് തെളിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ത്രികോണം മാത്രമേ എടുക്കുന്നു. ത്രികോണത്തിന്റെ ഏരിയ നിങ്ങൾക്കറിയാം, ഹാഫ് BH. അത് നിങ്ങൾ പഠിച്ചതാണ്. ഹാഫ് BH, അര ഇൻറ്റു B ഇൻറ്റു H. ഇവിടെ നീളവും ബിയും H നമുക്ക് കിട്ടിയിട്ടുണ്ട്. അര ഇൻറ്റു 8 ഇൻറ്റു 6. 8 ഇൻറ്റു 6 48ന്റെ പകുതിയായ 24 ഈ ഒരു ത്രികോണം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത് ത്രികോണം നമുക്ക് എത്രയാ തിരിച്ചറിയാൻ കഴിഞ്ഞു? 24 തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും, ഈ ഒരു ഒറ്റ വലിയ ത്രികോണത്തും ഈ ചെറിയ 2 1 2 എന്ന് മാർക്ക് ചെയ്ത ത്രികോണവും 1ഉം 2ഉം കൂട്ടിയാൽ ഇതിന് തുല്യമാണ് എന്ന് തെളിയാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു നേരൊരു വര വരച്ചിട്ട് ഇതങ്ങ് 1 2 3 4 ഭാഗമാക്കുക. അപ്പൊ ഞാൻ പറയുന്നു ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്. അതിന്റെ അർത്ഥം ഈ 1ഉം 2ഉം ചേർന്ന് തന്നെയാണ് ഇത് എന്നർത്ഥം. അപ്പൊ ഇത് നമുക്ക് 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 24 ആണ്. അപ്പൊ ഇത് മൊത്തം 48 ആണ്. ആ 48നെ നീളം ആയ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 4.8 എന്ന വീതി നമുക്ക് കിട്ടിയത്. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയും. അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ശരി. ഇനി അറിയാത്ത നേരെ വിളിച്ചാൽ മതി. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾ USSന്റെ ക്ലാസ്സിലും പഠിച്ചതാണ്. അടുത്തത് നോക്കോളെ. ഇതാ വരയ്ക്കുന്നു മറ്റൊരു ത്രികോണം. വരച്ചു, നിങ്ങളും വരയ്ക്കുവിൻ. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. അപ്പൊ ഇവിടെയും ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് മുഹമ്മദ് റഷാൻ? 90 ഡിഗ്രിയാണ്. ശരി, ഈ ഒരു നീളം ഞാൻ പാദം, അതായത് ബേസ് ഞാൻ 6 തരുന്നു, ഇപ്പൊ 8 തരുന്നു. ആൾട്ടിറ്റ്യൂഡ് ഈ ഹൈപ്പോട്ടന്യൂസ് ഞാൻ തരുന്നുമില്ല. അത് തരാതെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെർപെൻഡിക്കുലർ ഈ ഒരു വെർട്ടെക്സ് ഇങ്ങോട്ട് വരയ്ക്കുക.
നിങ്ങളും വരയ്ക്കുക. ഈ പേര് വേണേ കൊടുക്കാം. PQR എന്നാണ് ഈ ട്രയാങ്കിൾ. വരച്ച പെർപെൻഡിക്കുലർ QA എന്ന് വേണേ കൊടുക്കാം. ചോദ്യം ഇതാണ്, QA-യുടെ നീളം എത്രയാണ്? വിളിച്ചു പറയാം. 4.8. കോഹോസ്റ്റിനോട് പറയാൻ പറയത്തില്ല. കോഹോസ്റ്റ് അവസാനം. മറ്റുള്ളവർക്ക് ഇത് വിവരിക്കണോ? എന്ത് പറയുന്നു? വേണം. ചോദ്യം എങ്ങനെ കിട്ടി എന്ന് പറയണോ? ഇതിന്റെ ആദ്യം പറയാം. ആദ്യം ഇതിന്റെ എളുപ്പമാർഗം പറയാം. 8ഉം 6ഉം തമ്മിൽ ഗുണിക്കുക. 8 × 6 48. ആരും മ്യൂട്ട് ചെയ്തില്ല, അതുകൊണ്ട് എല്ലാരെയും മ്യൂട്ട് ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. 8ഉം 6ഉം കൂടിയും തമ്മിൽ ഗുണിക്കുക, അതിനെ 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ എവിടുന്ന് കിട്ടി 10? 6നെ 8 കൊണ്ട് ഗുണിച്ച് 48 കിട്ടിയ ശരി തന്നെയാണ്. പക്ഷെ 10 എവിടുന്ന് കിട്ടി? 48നെ 10 കൊണ്ട് ഹരിച്ചാൽ 4.8 ആണ്. ഈ 4.8 ആണ് ഈ ഒരു ലെങ്ത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ശരിയാണ്, QA 4.8 ആണ്. പക്ഷേ 10 എങ്ങനെ കിട്ടുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 6 സ്ക്വയർ 8 സ്ക്വയർ. മൈക്ക് മ്യൂട്ട് ചെയ്യണം. കോഹോസ്റ്റായ കുട്ടികളാണ് മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചത്. 6ന്റെ സ്ക്വയറായ 36ഉം 8ന്റെ സ്ക്വയറായ 64ഉം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 100ന്റെ സ്ക്വയർ റൂട്ടായ 10 ആണല്ലോ ഈ കർണം. 10. അപ്പൊ കർണത്തിന്റെ വശം 10 ആണ്, ഹൈപ്പോട്ടനസ്. ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രേ പണിയുള്ളൂ. അപ്പൊ ഇവിടെ കാണുന്ന ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഇവിടെ കാണുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ സംഖ്യ ചിലപ്പം പരീക്ഷക്ക് 10 കൂടെ തരാം, ചിലപ്പോ തരില്ല. ഈ 4.8 കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഏരിയ 24 അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതാ ചോദിക്കുന്ന ഏരിയ 24. ആരാണ് ആ ചോദ്യത്തിന്റെ ആളോട് നേരിട്ട് ചോദിക്കാൻ പറയൂ. മുഹമ്മദ് റഷാദ്. ഹലോ, കേൾക്കാമോ? നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഇടയ്ക്ക് നോക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇപ്പൊ കുറച്ച് ചിത്രങ്ങൾ വരച്ചെന്ന് പരിചയപ്പെടാൻ നല്ലതാണ്. കാരണം നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ ഓരോ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാലും പോളികളായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ചിത്രങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ 20 മാർക്കിൽ 4 മാർക്കിന്റെ ചോദ്യം ആരാ മുഹമ്മദ് റഷാൻ അവിടെ നിലവിളിക്കുന്നത്? കാണിക്കരുത്. ഞാനിപ്പോ മൈക്ക് മ്യൂട്ട്. 20 മാർക്കിന്റെ ചോദ്യത്തിന് 4 മാർക്കിന്റെ ചോദ്യം ചുരുങ്ങിയത് ഇതിൽ ഉണ്ടാവും. അത് പോളിഗണായിട്ട് ബന്ധപ്പെട്ട് വരാം, മറ്റ് ചിത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരാം. എന്തായാലും N-2ന്റെ 180 ഒക്കെ പഠിച്ച സ്ഥിതിക്ക് റെഗുലർ പോളിഗണിന്റെ ഉള്ളിലുള്ള ഒരു കോൺ കണ്ടുപിടിച്ചിട്ട് കണക്ട് ചെയ്യേണ്ട ചോദ്യം എന്തായാലും ഉണ്ടാവും. അതിന് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. അതായത് പെന്റഗണും ഹെക്സഗണും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു കോഡ് അളവ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ N-2ന്റെ 180 ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നു. ശരി, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. 3 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത ചിത്രം ഇതാ വരുന്നു. ഒരു സ്ക്വയർ. നിങ്ങളും വരയ്ക്കുവിൽ ഒരു സ്ക്വയർ.
സ്ക്വയർ ആയിട്ടില്ലെങ്കിൽ സ്ക്വയർ ആക്കിത്ത്. ആ ഏകദേശം ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. വരച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റഷാൻ യെസ് എന്ന് പറയാം. യെസ്. ആ സ്ക്വയറില് ഒരു സൈഡ് എത്രയാണോ അതേ ലെങ്ത് എടുത്തിട്ട് അതേ അളവിൽ നമുക്കൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ വരകളെല്ലാം ഇപ്പൊ തുല്യമാണെന്നാണ് അവകാശപ്പെടുന്നത്. നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയും. യെസ് ഓർ നോ? യെസ്. ഇനി ഇവിടെ ഒരു അളവ് ഞാൻ തരുന്നില്ല, ഇവിടെ ഞാൻ അളവ് തരുന്നില്ല, ഇവിടെ ഞാൻ ഈ സ്ക്വയറിനൊന്നും പേരും കൊടുക്കുന്നില്ല. അതാണ് ഇന്നത്തെ ചോദ്യം. എന്നിട്ട് ഈ ഒരു ത്രികോണം നിങ്ങൾ ഇതിനുള്ളിൽ നിർമ്മിക്കുക. ഉണ്ടോ? അവിടെ ഒരു ത്രികോണം നിർമ്മിച്ചു. ചോദ്യം ഇതാണ്, ഈ ത്രികോണത്തിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും? ആൻസർ കിട്ടിയോ മുഹമ്മദ് റഷാൻ? 30 റൈറ്റ് ആൻസർ ആണ്. 30 ഇതിന്റെ ആൻസർ. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ വിവരിച്ചു തരാം. മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് പ്രശ്നമൊന്നുമില്ല. ഇത് 90 ഇത് 60 എനിക്കറിയാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാവും വർഷം? 150. അപ്പൊ 90ഉം 60ഉം 150. ഇത് 150, ഈ ഭാഗവും 150. അപ്പൊ ഇത് നിങ്ങളൊരു ത്രികോണമായിട്ട് പരിഗണിച്ചാൽ, ഇതൊരു ത്രികോണമായിട്ട് പരിഗണിച്ചാൽ അത് വെറും ത്രികോണം നല്ലത് ഐസോസിൽസ് ട്രയാങ്കിളാണ്. കാരണം ഈ രണ്ട് സൈഡും തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഐസോസിൽസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും തുല്യമാകും, രണ്ട് ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ ഇതിന് രണ്ടും കൂടി കൂട്ടിയിട്ട് 150 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും 15 വീതമായിരിക്കും. അപ്പൊ ഇത് 15, ഈ സൈഡ് 15, ഇതാദ്യം നമ്മൾ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 15 പോയി കഴിഞ്ഞാൽ ഈ ഭാഗം 30 ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം 143 കുട്ടികൾ ഇപ്പൊ പങ്കെടുത്തിട്ടുണ്ട് രാവിലെ. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക, പങ്കെടുക്കുക. കാരണം പരീക്ഷ 9-ാം തീയതി അല്ലേ മുഹമ്മദ് റഷീദ്? 9-ാം തീയതി എന്താഴ്ചയാണ്? തിങ്കളാഴ്ച. അപ്പോ ഇനി അത്ര ദിവസമില്ല തിങ്കളാഴ്ച. അപ്പൊ ഇനി നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചിത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തൽക്കാലം നമ്മൾ അവസാനിപ്പിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് ആദ്യം തരാം. 5 കുറയ്ക്കണം 4 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. -5 കൂട്ടണം 4, -4 കൂട്ടണം 5, -5.5 + 6.5. Which of the following is not equal to 1? ഇത് 1ന് തുല്യമല്ലാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. 1ന് തുല്യമല്ലാതെ ശരിക്കും ചോദ്യം ശ്രദ്ധിക്കണേ. ചിലത് 1ന് തുല്യമായത് എഴുതി കളയും.
തുല്യമല്ലാത്തത് ചോദിച്ചാൽ തുല്യമല്ലാത്തത്. മേലത്തെ ചോദ്യം നോട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. NOT. തുല്യമല്ലാത്തത്, തുല്യമായത്. ഈ ആദ്യത്തത് ഒന്ന് തന്നെയാണ്, 5 ൽ 4 കുറച്ച 1 പക്ഷെ ഒന്നിന് തുല്യമല്ലാത്തതാ ചോദിച്ചത്. രണ്ടാമത്തത് ഒന്നിന് തുല്യമല്ല. കാരണം -5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്മൾ നഷ്ടത്തിന്റെ കൂട്ടത്തിലാണ് പെടുന്നതായിരിക്കാം. പോസിറ്റീവ് 4 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 4, പോസിറ്റീവ് ലാഭത്തിലും പെടുത്തുന്നതായിരിക്കുക. ഒരു കച്ചവടം ചെയ്തു, ഇന്നലെ 5 രൂപ നഷ്ടം വന്നു, ഇന്ന് ആ കച്ചവടത്തിൽ 4 രൂപ ലാഭവും കിട്ടി. മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം. നഷ്ടം. എത്ര രൂപ നഷ്ടം? 1 രൂപ നഷ്ടം. അപ്പൊ നഷ്ടത്തിന് നെഗറ്റീവ്. അപ്പൊ ഈ രണ്ടാമത്തെ ഉത്തരം -1 അപ്പൊ നമ്മളോട് ചോദിച്ചത് ഒന്നിന് തുല്യമല്ലാത്തതാ. അപ്പൊ ഒന്നിന് തുല്യമല്ലാത്തത് -1. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. യെസ്. അപ്പൊ ആരോ അവിടുന്ന് മൈക്ക് ഓൺ ചെയ്ത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അത് നല്ല രസമുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് x/169 is equal to 36/26 ആയാൽ എക്സിന്റെ വില എത്രയായിരിക്കും? വിളിച്ചു പറയേണ്ട, കമന്റ് ചെയ്താൽ മതി. സർ 324 വന്നിട്ടുണ്ട്. കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ? 9 ലക്ഷം. സർ എത്രയാണ്? 324 കറക്റ്റ് ആണ്. ഞാൻ ചെയ്ത് കാണിക്കണം. മുന്നോട്ട് പോകാമോ? ചെയ്ത് കാണിക്കണം. ചെയ്യാം. ശ്രദ്ധിക്കുക. ചെയ്ത് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത് ഒരു മാർഗമാണേ പറയാം. മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതിലൊന്നിച്ചങ്ങ് സ്ക്വയർ ചെയ്യില്ല. റൂട്ടൊക്കെ ഒഴിവാകും, ഉറപ്പാണ്. ഏതുപോലെ? ഇപ്പൊ √4 അതിന്റെ റൂട്ട് ഒഴിവാക്കിയിട്ട് 4 കിട്ടാനുള്ള മാർഗം ഇതിലൊന്നിച്ച് സ്ക്വയർ ചെയ്താണ്. അപ്പൊ നിങ്ങൾ അറിയോ, √4 × √4 എന്ന് പറഞ്ഞാൽ റൂട്ടില് 4 2 ഇത് 2 2 × 4. അപ്പൊ റൂട്ടിൽ ഒഴിവായി 4ലേക്ക് അങ്ങ് വരും. അതേപോലെ ഇവിടെ നമ്മൾ ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തും ഒരൊറ്റ സ്ക്വയർ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് x/169 എന്ന് വരികയും ആ ഭാഗത്ത് മുഹമ്മദ് റഷാൻ 36 × 36 ഡിവൈഡഡ് ബൈ 26 × 26 എന്ന് കിട്ടുകയും ചെയ്യും. മുഹമ്മദ് റഷാൻ ഇത് മനസ്സിലായോ? ശരി. ഇനി പറയൂ, ഇനി എന്താ ചെയ്യാം? 169 റൂട്ട് കാണാം. 169 റൂട്ട് കാണാം. 169 3 മാർഗങ്ങളുണ്ട്. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഈ 13 36 പകുതി എടുത്തു,
36ന്റെ പകുതി എത്രയാണ്? 18. 18. അപ്പൊ നമുക്ക് 26ന്റെ പകുതി എടുക്കാം. അത് എത്രയാണ്? 13. 13. ശരി. ഇവിടെ ഈ 36ന്റെ പകുതി എടുക്കും, 26ന്റെ പകുതി എടുക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ 13നെ 13 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 169. 169. 18നെ 18 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 324. 124. അപ്പൊ ഇവിടെ ഒരു 169, ഇവിടെ ഒരു 169. എക്സിന്റെ വില എത്രയാണ്? 324. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? ഇത് മനസ്സിലായോ? മനസ്സിലായി. ആണ്. അതേപോലെ വേറൊരു ചോദ്യം വരുന്നു. 1/2 പ്ലസ് 1/3 divided by 1 minus 1/2 into 1 minus 1/3. ഇത് എത്രയാണ്? മുഹമ്മദ് റഷാദ്. ചെയ്തു നോക്കൂ. 1 മിനിറ്റ് സമയം തന്നെ. ഞാൻ ചെയ്ത് കാണിക്കണോ? ശരി, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഞാൻ ചെയ്ത് കാണിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1/2 1/3 കൂടി കൂട്ടിയാൽ അത് 5/6 ആണ്. കാരണം 2ഉം 3 കൂടി കൂട്ടി 5 എഴുതി, 2നെ 3 കൊണ്ട് ഗുണിച്ച് 6 എഴുതി. അതാണ് അതിന് എളുപ്പമാണ്. 5/6 ഇനി ഇവിടെ നോക്കിക്കോളൂ. 1 × 1 2 × 3. അത് 1 മൈനസ് 1 1 3 2 6 എന്ന് കിട്ടും. വീണ്ടും 5/6 എഴുതിയിട്ട് 1ൽ നിന്ന് 1/6 കുറച്ചാൽ 1നെ നമുക്ക് 6/6 എന്ന് വിശേഷിപ്പിക്കാം. 6/6 നിന്ന് 1/6 കുറച്ചാൽ നിങ്ങൾക്കറിയാം അത് 5/6 ആണെന്ന സത്യം. അപ്പോൾ 1ൽ നിന്ന് 1/6 കുറച്ചാൽ വീണ്ടും വരുന്നു 5/6. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് 5/6 മേലുണ്ട്, 5/6 താഴെയുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ 1 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരോ? ഒന്നുകൂടി പറയണം. ശരി, ഒന്നുകൂടി പറയും. അപ്പോ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് 1/2ഉം 1/3 കൂടി കൂട്ടിയാൽ 3 2 5, 3 2 6, 5/6 ആണ്. പിന്നെ നിങ്ങളോട് ചോദിച്ചത് 1ൽ നിന്ന് 1/2 × 1/3 കുറച്ചാൽ എത്രയാണ്? നിങ്ങൾ ബോർഡ് മാസ്റ്റർ പഠിച്ച കുട്ടികളാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് തമ്മിൽ ഗുണിക്കണമല്ലോ. അപ്പോൾ 1 1 3 2 6 എന്ന് കിട്ടും. അത് 1ൽ നിന്ന് 1/6 കുറയ്ക്കലാണ്. 1ൽ നിന്ന് 1/6 കുറയ്ക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒരാൾ 6, 6 1 കുറച്ചാൽ 5/6 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ 1നെ നിങ്ങൾക്ക് 6/6 എന്ന് എഴുതിയിട്ട് 6/6 നിന്ന് 1/6 കുറച്ചാൽ അത് 5/6 അങ്ങനെയും എഴുതാം. അപ്പൊ മേലെ ഓൾറെഡി ഒരു 5/6 ഉണ്ട്. താഴത്തെ സാധനം നമുക്ക് 5/6 ആയിട്ട് മാറുകയും ചെയ്തു. മേലെയും താഴെ ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ 1 ഇപ്പൊ മനസ്സിലായോ? യെസ്. ഇനി അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കണം. കാരണം കുറെ പഠിക്കാനുണ്ട്. അപ്പൊ 2 ചോദ്യമാണ് ഇന്ന് തരുന്നത്. ആ 2 ചോദ്യത്തിന് ആൻസർ എഴുതി അറിയിക്കുക യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ. 2
n plus n, m plus n is equal to 256. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് n-ന്റെ വില എത്രയാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n? അത് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി തരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം 2x പ്ലസ് 3y is equal to 34. 2y plus z is equal to 25. അടുത്തത് മൂന്നാമത്തെ സംഭവം 3x പ്ലസ് 4z is equal to 51. z ആണ്. ആയാൽ x plus y plus z എത്രയായിരിക്കും?